പൊതു അവധി ദിവസമായ ഞായറാഴ്ച വിവിധ സർക്കാർ വകുപ്പുകൾ പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്ന നിലപാടുമായി KCBC വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകളുടെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്യാമ്പുകൾ, കലോത്സവങ്ങൾ, മേളകൾ, വിവിധ ദിനാചരണങ്ങൾ തുടങ്ങിയവ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലേക്ക് നിശ്ചയിക്കുന്ന രീതി സമീപകാലങ്ങളിൽ പതിവായി കണ്ടുവരുന്ന സാഹചര്യത്തിലാണ് കമ്മീഷനുകളുടെ ശക്തമായ പ്രതിഷേധം. ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പ് പാഠ്യപദ്ധതിയുടെ ഭാഗമായ ലിറ്റിൽ കിഡ്സ് ഉപജില്ലാ ക്യാമ്പുകളാണ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ ശനി, ഞായർ ദിവസങ്ങളിലായി നിശ്ചയിച്ചിരിക്കുന്നത്. 10,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന 260 ക്യാമ്പുകളാണ് അത്തരത്തിൽ കേരളത്തിലുടനീളം സംഘടിപ്പിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കിഡ്സ് പദ്ധതി പ്രശംസാർഹമാണെങ്കിലും ഞായറാഴ്ച അതിനായി നിശ്ചയിച്ചിരിക്കുന്നത് ആശ്വാസമല്ല. 2024 നവംബർ 17 ഞായറാഴ്ച സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയും നടത്തിയിരുന്നു. 2022 ഒക്ടോബർ 2 ഞായറാഴ്ച അപ്രതീക്ഷിതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ച നടപടി വ്യാപക പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. NSS, NCC ക്യാമ്പുകളും അധ്യാപക പരിശീലനങ്ങളും ഇത്തരത്തിൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിനങ്ങളിൽ പതിവായി നടന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ മേളകൾ, കലോത്സവങ്ങൾ, പരിശീലന പരിപാടികൾ തുടങ്ങിയവയ്ക്കിടയിൽ വരുന്ന ഞായറാഴ്ചകളിൽ അവധി നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ രീതി പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. അവധി ദിനങ്ങൾ നിർബന്ധിത പ്രവൃത്തി ദിനങ്ങളാക്കിക്കൊണ്ട് മനുഷ്യാവകാശത്തിലേക്കുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്യണം. പഠനത്തിന്റെ ഭാഗം തന്നെയായി ഇത്തരം പാഠ്യേതര ക്യാമ്പുകളും പരിശീലന പരിപാടികളും മറ്റും അധ്യയന ദിനങ്ങളിൽ തന്നെ ക്രമീകരിക്കുന്ന നയം സർക്കാർ സ്വീകരിക്കണം. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സർക്കാർ നൽകുകയും ചെയ്യണമെന്നും കമ്മീഷനുകൾ വ്യക്തമാക്കി. ചേർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.